നിന്ന വാഴകളായിരുന്നു. കൂമ്പ് ഞാൻ ഒടിച്ചു. കൊല കാണ്ടിലെ നിൽക്കേ മവനെ. നമ്മുടെ ലാലേട്ടൻ ആദ്യം വാഴകളെയൊക്കെ എടുത്ത് ആദ്യമേ എറിയൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കത് കറക്റ്റ് മനസ്സിലായിരിക്കുന്നു ഗൈസ്. രേണുസുതി എന്ന പുള്ളിക്കാരി എന്താണ് അവരെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അടുത്ത വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മൾ പുതിയ ബിഗ് ബോസ് 7 തുടങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും ഇനി ഫുള്ള് സെറ്റപ്പാണ് ഇനി 3 മാസം അങ്ങോട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേണുസുതി ബിഗ് ബോസിലേക്ക് കയറുമെന്നൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ വന്നു. പക്ഷേ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സംഭവം ഒന്നും കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഇന്നൊരു FB പോസ്റ്റിൽ രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതാ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന്. പക്ഷേ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ആരെടുത്ത് ഇത് പറയരുത് എന്ന് വെച്ചാൽ നമ്മളിത് ആരും അറിയാതാണ് ഈ ഷോയിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ഇത് പബ്ലിസിറ്റി ആയിട്ട് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതിപ്പം നമുക്ക് എന്തായാലും നാളെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഇൻട്രോ തുടങ്ങും. ആ സമയത്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ ഇവരെ പുറത്തെടുത്ത് ദൂരെ എറിയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് സംഭവം ശരിയാണെങ്കിലും എന്ന് വെച്ചാൽ നമ്മൾ പബ്ലിസിറ്റിയിൽ ഇതൊന്നും പറയാൻ പാടില്ല എന്നാണ് ബിഗ് ബോസിൻ്റെ ആ ഒരു ഷോയിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ. ഇതൊക്കെ പാലിക്കാതെയാണ് രേണുസുതി എന്ന പുള്ളിക്കാരി ഇത് പോസ്റ്റ് ചെയ്തേക്കാണ്. എന്ത് ഉളുപ്പാണ് ഇവർക്കുള്ളത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ഉളുപ്പാണ് ഇവർക്കുള്ളത്?